എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ അതുപോലെ ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷയെ സംബന്ധിച്ച് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു പരീക്ഷ പാസ്സാവാനായിട്ട് എത്ര മാർക്ക് നിങ്ങൾ നേടണം, അതുപോലെ തന്നെ ശരിയുത്തരത്തിന് എത്ര മാർക്കാണ്, തെറ്റുത്തരത്തിന് എത്ര മാർക്കാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണോ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ ഉണ്ടായിരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ എലിജിബിൾ ആവാനായിട്ട്, അതായത് കീം വഴി നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ വഴി നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുന്നത് എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി കോഴ്സുകളിലേക്കാണ്. ഫാർമസി കോഴ്സ് മാത്രം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയുടെ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയും, അതുപോലെ എഞ്ചിനീയറിംഗ് കൂടി താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ പേപ്പർ 1 തന്നെ പേപ്പർ 2 പരീക്ഷ കൂടി നിങ്ങൾ എഴുതേണ്ടതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ച ആ ഒരു കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് ഒരു ഉത്തരം ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്കും തെറ്റുത്തരത്തിന് -1 മാർക്കും പോകുന്നതായിരിക്കും. -1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സിന് നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൽ നിന്നും -1 മാർക്ക് പോകും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ അതായത് 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. അതായത് നിങ്ങൾക്കിപ്പോൾ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു. അതിൽ നിങ്ങൾക്ക് 8 ഉത്തരം കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് 8 ഉത്തരം കറക്റ്റാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 10 ക്വസ്റ്റ്യൻസിൽ 8 ഉത്തരം കറക്റ്റ് ആണെങ്കിൽ, അതായത് ഈ ഒരു 8 × 4 മാർക്ക്, അപ്പോൾ 8 × 4 മാർക്കാണ് ആ ഒരു വിഷയത്തിന് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത്. അതായത് 32 മാർക്കാണ്. അപ്പോൾ 32 മാർക്കാണ് കിട്ടുക. അപ്പോൾ ഇതിനോടൊപ്പം 2 മാർക്ക് നെഗറ്റീവ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1 നെഗറ്റീവ് മാർക്കാണ്, 2 എണ്ണം തെറ്റിയാൽ 2 ആണ് നെഗറ്റീവ് മാർക്ക്. അപ്പോൾ 32-ൽ നിന്ന് 2 പോയാൽ നിങ്ങൾക്ക് 30 മാർക്കാണ് കിട്ടുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് നെഗറ്റീവായിട്ട് വരുന്നോ അതിനനുസരിച്ച് ആ ഒരു മാർക്ക് കുറയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് 10 ഉത്തരം കറക്റ്റാണ്, അതായത് 10 ഉത്തരം കറക്റ്റാണ്, പക്ഷേ ഒരു 40 ഉത്തരം തെറ്റാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടുന്നുവോ അതിൽ നിന്നും തെറ്റുത്തരത്തിന് വരുന്ന നെഗറ്റീവ് മാർക്ക് കുറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ് മാർക്ക് വരിക. അതായത് കറക്റ്റ് ഉത്തരത്തിന് 4 മാർക്കും തെറ്റുത്തരത്തിന് 1 മാർക്ക് നെഗറ്റീവ് മാർക്കുമാണ് പോവുക. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതിയ ആൻസറിന് ലഭിച്ച മാർക്കിൽ നിന്നാണ് ഈ ഒരു നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ജയിക്കാനായിട്ട് മിനിമം വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട്, അതായത് കീമിൻ്റെ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓരോ പേപ്പേഴ്സിനും എത്ര മാർക്കാണ് ലഭിച്ചത്, പേപ്പർ 1 ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയും പേപ്പർ 2 മാത്തമാറ്റിക്സ് ആണ് ഉൾപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും, കീമിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് എത്ര കിട്ടി, അതുപോലെ പേപ്പർ 2 ആയിട്ടുള്ള മാത്തമാറ്റിക്സിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേപ്പേഴ്സിൽ, അതായത് പേപ്പർ 1 പേപ്പർ 2 എന്ന് പറഞ്ഞുകൊണ്ട് 2 പേപ്പേഴ്സാണുള്ളത്. അപ്പോൾ പേപ്പർ 1-ൽ നിങ്ങൾക്ക് 10 മാർക്കും പേപ്പർ 2-ലും 10 മാർക്ക് മിനിമം നേടിയാൽ മാത്രമാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുക. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഓരോ വിഷയത്തിനും കിട്ടി എന്നുള്ളത് അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ 10 മാർക്ക് മിനിമം പേപ്പർ 1-ലും പേപ്പർ 2-ലും സെപ്പറേറ്റ് ആയിട്ട് 10 മാർക്ക് വീതം സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രീതിയിൽ 10 മാർക്ക് നിങ്ങൾക്ക് ഒരു വിഷയത്തിന് 10 കിട്ടി, മറ്റേ പേപ്പർ 2-ന് നിങ്ങൾക്ക് 10 കിട്ടിയില്ല, ഒരു 8 കിട്ടിയിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് അതിൽ എലിജിബിൾ ആവുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം 10 മാർക്ക് നേടേണ്ടത് നിർബന്ധമാണ്. അങ്ങനെയെങ്കിലും നേടിയാൽ മാത്രമേ നിങ്ങളെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളെ പരിഗണിക്കുള്ളൂ, ഇല്ലെങ്കിൽ പരിഗണിക്കുന്നത് ആയിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് മിനിമം ഓരോ വിഷയത്തിനും 10 വീതം മാർക്ക് നേടണം. അതായത് പേപ്പർ 1-ലും പേപ്പർ 2-ലും സെപ്പറേറ്റ്ലി നിങ്ങൾ ഈ ഒരു 10 മാർക്ക് വീതം വാങ്ങിച്ചാൽ മാത്രമാണ് പിന്നീടുള്ള അടുത്ത പ്രോസസ്സായിട്ടുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുള്ളൂ. ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങൾ പിന്നീട് നിങ്ങളുടെ +2-ൻ്റെ മാർക്കൊക്കെ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി ഓരോ വിഷയത്തിനും എത്ര വീതം ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിന് 75 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക, അതുപോലെ ഫിസിക്സിന് 45 ക്വസ്റ്റ്യനും കെമിസ്ട്രിക്ക് 30 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ടോട്ടൽ 180 മിനിറ്റാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുക. 180 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 3 മണിക്കൂറാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. അതുപോലെ ഫോർ ബി ഫാം ഓൺലി, അതായത് ബി ഫാം മാത്രം തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷനിൽ ഫിസിക്സ് 45 ക്വസ്റ്റ്യനും കെമിസ്ട്രി 30 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. ടോട്ടൽ ആൻസർ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് 90 മിനിറ്റും ആണ് ഈ ഒരു എക്സാം എഴുതാനായിട്ട് ലഭിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് മോഡാണ്. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യനും അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ആൻസറിൽ ആ ഒരു ഷീറ്റും തരും. അതിൽ നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് ഉത്തരം അതിനനുസരിച്ച് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ആ ഒരു കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്ത് നൽകുകയാണ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതായത് നിങ്ങളുടെ സിംഗിൾ റെസ്പോൺസ് മാത്രമാണ് ഇതിന് ആവശ്യം. സിംഗിൾ റെസ്പോൺസ് മീൻസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. ഇന്നൊരു ക്വസ്റ്റ്യൻ തന്നു, അപ്പോൾ അതിന് ആൻസർ ഇങ്ങനെ ഉണ്ടാവുക എ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഷീറ്റിൽ ആൻസേഴ്സ് ഉണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഏതൊക്കെയാണ് ആൻസർ എന്നുള്ളതിനനുസരിച്ച് ABCD എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആ ഒരു
റേഡിയോ ബട്ടൺസ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് റേഡിയോ ബട്ടൺസ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ നോക്കിയിട്ട് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു കയ്യിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ട് അതായത് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ നോക്കിയിട്ട് ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ കറക്റ്റായിട്ട് പോയിട്ട് ഏതാണോ കറക്റ്റ് അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നടക്കും, ഇതുപോലെ ആ ഒരു റൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാം. ഇതുപോലുള്ള എക്സാമിനേഷൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു തവണ മാത്രമാണ് ആ ഒരു ആൻസർ സെലക്ട് ചെയ്യാൻ സാധിക്കുക. അതായത് ഒരു ആൻസർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ആൻസർ ചേഞ്ച് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു ആൻസർ സെലക്ട് ചെയ്യുന്നതിനോ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള എക്സാമിനേഷനിൽ നിങ്ങൾ ആൻസർ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു കറക്റ്റ് ആൻസർ ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിക്ക് ഒന്നാമത്തെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് കറക്റ്റ് എന്നുള്ളത് കരുതുക. പക്ഷേങ്കിൽ ആ ഒരു വിദ്യാർത്ഥി എ ആണെന്ന് കരുതി ആദ്യം കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്തു. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയുടെ ആ ഒരു അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ആ ഒരു ഒന്നാമത്തെ ആൻസർ ബി ആണെന്നുള്ളത്. അപ്പോൾ വീണ്ടും പോയിട്ട് അത് സെലക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു റേഡിയോ ബട്ടൺ ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്യുന്ന രീതി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല എക്സാമിനേഷനും ഈ ഒരു രീതിയിൽ ഉണ്ടാവുക. അതായത് ഒരു തവണ ആൻസർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ അത് എഡിറ്റ് ചെയ്യുന്നതിനോ അത് ഡീസെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ആൻസർ സെലക്ട് ചെയ്യാനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ആൻസർ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു ആൻസർ കറക്റ്റ് ആണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം സെലക്ട് ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ പിന്നീട് ആ ഒരു ആൻസർ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ആൻസർ ഒഴിവാക്കുന്നതിനോ സാധിക്കുന്നതല്ല. അതുപോലെ അതിന് നെഗറ്റീവ് 1 മാർക്ക് തെറ്റുകയാണെങ്കിൽ വരുന്നതും ആയിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഈ ഒരു ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം പരീക്ഷയിൽ ജയിക്കാനായിട്ട്, അതായത് നിങ്ങൾക്ക് മിനിമം നേടേണ്ട മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കാണ്. നിങ്ങൾക്ക് പേപ്പർ 1ലും പേപ്പർ 2ലും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ നേടേണ്ടത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നേടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളെ പരിഗണിക്കുള്ളൂ. ഇല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മിനിമം 10 മാർക്ക് വാങ്ങിക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേപ്പർ 1 75 മാർക്ക്, പേപ്പർ 2 75 മാർക്കിലാണ് വരിക. കറക്റ്റ് ഉത്തരത്തിന് 4 മാർക്കും തെറ്റുത്തരത്തിന് നെഗറ്റീവ് 1 മാർക്കുമാണ് വരിക. ആ ഒരു നെഗറ്റീവ് മാർക്ക് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിന് ലഭിച്ച മാർക്കിൽ നിന്നുമാണ് കുറക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പ്രവേശനം, അതായത് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റോ അല്ലെങ്കിൽ ഫാർമസിയിലേക്കോ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം മാർക്കായിട്ടുള്ള 10 മാർക്കെങ്കിലും നേടേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു 10 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല നിങ്ങൾ ലക്ഷ്യമാക്കേണ്ടത്. അതായത് ഈ ഒരു 75x4 ആ ഒരു രീതിയിലാണ് ആ ഒരു ടോട്ടൽ ആ ഒരു മാർക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ 10 മാർക്ക് എന്നുള്ളതിൽ ഉപരി നിങ്ങളൊരു 100 മാർക്കെങ്കിലും മിനിമം ഒരു 100-150 മാർക്കെങ്കിലും വാങ്ങിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഓരോ പരീക്ഷയിലും നിങ്ങൾ എത്രത്തോളം മാർക്ക് വാങ്ങിക്കുന്നുവോ അതിനനുസരിച്ചാണ് ആ ഒരു കോഴ്സിലേക്കുള്ള നിങ്ങളുടെ പ്രവേശനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുക. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ ഈ ഒരു +2വിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്കും അതുപോലെ തന്നെ കീമിൻ്റെ ഈ ഒരു പേപ്പർ 1, പേപ്പർ 2 എന്നിവയിൽ ലഭിച്ച മാർക്കിനെയും പ്രത്യേക അനുപാതത്തിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. അതുപോലെ ബിഫാം കോഴ്സിലേക്കുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് കീമിന് ലഭിച്ച മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഫാം താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എഞ്ചിനീയറിംഗ് താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളും നന്നായിട്ട് നല്ല മാർക്ക് വാങ്ങിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കൂടുതൽ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കൂടും. കുറഞ്ഞ മാർക്കാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റിനുള്ള സാധ്യത കുറയും. അപ്പോൾ നിങ്ങൾക്ക് മിനിമം യോഗ്യത, അതായത് മിനിമം റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ 1നും 10 മാർക്ക്, പേപ്പർ 2നും 10 മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് നേടണം. ഇതിൽ കൂടുതൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാർക്ക് വാങ്ങിക്കുന്നതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നവർക്കാണ് അഡ്മിഷന് സാധ്യത കൂടുതൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.